ഇന്നിപ്പോഴേ എനിക്കും കുഞ്ഞിനൊന്നും ഒട്ടും വയ്യ കേട്ടോ. അപ്പം മിക്കപ്പോഴും ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി ഉമ്മച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ കിടത്തിയിട്ടേ അവളെ ഒന്ന് ഉറക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാറേ. അപ്പോൾ ഉറക്കാൻ സമ്മതിക്കാണ്ട് അവളുടെ ഇക്കാക്കായും കൂടെ ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ ഇച്ചിരി നേരം കിടന്നേക്കാന്ന് വിചാരിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നപ്പോഴേ റൂമാണെങ്കിൽ ആകെ മെസ്സായി കിടക്കുവാണ്. ഇങ്ങനെയൊക്കെ കിടക്കണ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് കിടക്കാൻ പോലും തോന്നൂല. പക്ഷേ എനിക്ക് നിവൃത്തികേട് കൊണ്ട് ഞാനിപ്പോൾ അങ്ങ് കിടക്കുവാണ് കേട്ടോ. ഇപ്പം നമ്മുടെ റയ്യാക്കേ കുഞ്ഞിനെ തൊടണേന് ഭയങ്കര അസൂയയും കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് കാര്യമൊക്കെ നമ്മുടെ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് കിടന്നുള്ളൂ കേട്ടോ. അപ്പം തന്നെ ഉമ്മച്ചി പറഞ്ഞു ദേ കുഞ്ഞുറങ്ങിയെന്നും പറഞ്ഞോണ്ടേ. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് കിടത്തിയതും ദേ അപ്പം തന്നെ എഴുന്നേറ്റ് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ അവളെയും പിടിച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുവാണേ. ഇനിയിപ്പോൾ ഇവളൊന്ന് കിടന്നുറങ്ങാണ്ട് എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കുഞ്ഞുമണീസ് രണ്ടുപേരും ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഞാനും കുഞ്ഞും ഒക്കെ കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. വാപ്പിയുടെ കൂടെ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ചെന്നു, മരുന്നൊക്കെ മേടിച്ചു. എനിക്കും കുഞ്ഞിനും ഒക്കെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കഫക്കെട്ടിലുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്കും കുഞ്ഞിനും ആന്റിബയോട്ടിക്കും കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ അറിയാലോ കുഞ്ഞുകുട്ടികൾക്ക് അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കരച്ചിലും ബഹളവും കാര്യങ്ങളും തന്നെയായിരിക്കും. അങ്ങനെ കുറച്ച് നേരമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ആന്റിബയോട്ടിക്കിൻ്റെയൊക്കെ സഡേഷൻ കൊണ്ട് നമ്മുടെ കുഞ്ഞു ബേബി ഒന്ന് ഉറങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം എനിക്കും കൂടി ഒന്ന് കിടക്കണേ. നമുക്കും വേണമല്ലോ ഒരു റെസ്റ്റ്. ഇനി ഇവൾ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുളിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണേ. അങ്ങനെ പിന്നെ എന്നെ ഇനിയിപ്പോൾ വിളിക്കല്ലേ എന്നുള്ള താക്കീതും കൊടുത്തോണ്ട് ഞാൻ പോയി റെസ്റ്റ് എടുത്തിട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആളെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് മേലൊക്കെ കഴുകിച്ചിട്ടുണ്ടായിരുന്നു. തല നനക്കരുതെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിന്ന് 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഓൾറെഡി നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ഫായ്സ് വന്നപ്പോഴേ അവൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ ലോങ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ലോങ് വീഡിയോ താഴെ കൊടുത്തേക്കാവേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.